മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷെൻസ്റ്റാട്ട് ദൂതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 7:1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ഗലീലായിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോകുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. അവൻ്റെ സഹോദരന്മാർ പോലും അവന് വിശ്വസിച്ചിരുന്നില്ല. യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ തിരുനാളിന് പോകുന്നില്ല. എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലായിൽ തന്നെ താമസിച്ചു. എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായി അല്ല, രഹസ്യമായി. അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. അവൻ ഒരു നല്ല മനുഷ്യനാണെന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും. എങ്കിലും യഹൂദരെ ഭയന്ന് ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈശോ കൂടാരത്തിരുന്നാളിന് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പൊക്കോ, ഞാൻ പോരുന്നില്ല. പരസ്യമായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ഒരു അവസരമല്ലേ ഇത് എന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. ഈശോ അങ്ങനെ പേരിന് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്തതായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ല. അതേസമയം ഈ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്ത് സുവിശേഷകൻ യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നല്ലതാണ്. അവർ അവനെ പറ്റി പലതും പറഞ്ഞു. പലരും രഹസ്യമായി സംസാരിച്ചു. അവൻ നല്ലവനാണെന്നും ചിലർ അവൻ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുന്ന വ്യക്തിയാണെന്നും അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നാൽ പരസ്യമായിട്ട് ആരും ഒന്നും പറയാൻ തയ്യാറായില്ല. ഇത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലരും രഹസ്യമായി പലതും പലരെക്കുറിച്ചും പറയുന്നു. ഒരു നിലപാടുള്ള ഒരു മനുഷ്യ വംശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? എന്താണ് എൻ്റെ നിലപാട്? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ്, ഞാൻ പോകുന്ന വഴികൾ, അതിനെക്കുറിച്ച് എനിക്കൊരു നിലപാടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. മൗനം ദീക്ഷിക്കുന്ന മൗനം കാംക്ഷിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. അതുകൊണ്ട് ഒരു ഉപകാരവും ആർക്കുമില്ല. ഈശോയെക്കുറിച്ച് അവർ പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അത് വ്യക്തമായി പരസ്യമായി നിലപാടെടുത്തുകൊണ്ട് പറയാൻ, ആ നിലപാടിനോട് ചേർന്ന് നിൽക്കാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ ഒരു വിവരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിലപാടുള്ളവരായി മാറാം. കർത്താവ് എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാം. തമ്പുരാൻ എനിക്ക് ആരാണ്? അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ്? അത് എവിടെയും യാതൊരു കൂസലുമില്ലാതെ അവതരിപ്പിക്കാൻ ഈ നോമ്പ് കാലത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. അവനാണ് എൻ്റെ കർത്താവ്, അവൻ കാണിച്ചു തന്ന മാർഗത്തിലൂടെയാണ് ഞാൻ പോകുന്നത്, അതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ പ്രായോഗികമായി നമുക്ക് തീരുമാനമെടുക്കാം. പ്രസാദപരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മെ സഹായിക്കട്ടെ.